ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് വന്നിരിക്കുന്നത്. കുറേ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അനിയാണിന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിന്നൊരു വിരുന്ന് പോകാമെന്ന് കരുതി പുന്നപ്പുറ ഭാഗത്തേക്കാണ് ഞങ്ങൾ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അനിയാണിൻ്റെ ഒരു റിലേഷൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരു 4 മണിയാകാനാകുമ്പോഴേക്കും 4-5 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി. വന്ന് എത്തിയത് ഒരു നല്ല മഴ പെയ്തു. ഇനി അടുത്ത മഴ വരാൻ പോകുകയാണ് കേട്ടോ. ആദ്യക്കുട്ടനുമായിട്ട് ഇവിടെ അച്ഛൻ ചായക്കടയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ വരാറായിട്ടുണ്ട് കേട്ടോ. അവരെല്ലാ ദിവസവും പോകുന്നതാണ്. അപ്പോൾ അതെ, ഞങ്ങളുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു റോഡൊക്കെ വന്നിട്ടുണ്ട്. മണ്ണ് റോഡാണ് വന്നിരിക്കുന്നത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് പണി നിർത്തി വെച്ചിരിക്കുകയാണ്. റോഡ് പണി പൂർത്തിയായിട്ടില്ല, ടാറൊക്കെ ഇടാനുണ്ട്. ഇനി മഴയായതുകൊണ്ടാണ് അത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ വലിയ വെള്ളമൊന്നുമില്ല. വെള്ളം വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊന്നുമല്ല മഴ. ഇനി അടുത്ത മാസം മുതൽ നല്ല മഴയാണ് വരുന്നത്. അപ്പം മുറ്റം നിറച്ച് വെള്ളമൊക്കെ ആയിരിക്കും. ഞങ്ങളത് വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ വേലിക്ക് അപ്പുറത്തൊരു കുളമാണ് ഉള്ളത്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ കുളം നിറയും. വേലി കെട്ടാതിരുന്നു കഴിഞ്ഞാൽ ആദ്യക്കുട്ടനെ നമ്മൾ കുളത്തിൽ തവളയും പാമ്പൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പോൾ അവനെ പേടിച്ചിട്ട് മെയിനായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേലിയൊക്കെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേറെ വിശേഷങ്ങളെന്ന് പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ അമ്മയെക്കുറിച്ചിട്ടാണ്. അമ്മ മരിച്ചതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അമ്മ മരിച്ച സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ മരിച്ചതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ആദരാഞ്ജലികളൊക്കെ അങ്ങനെ ഒരു ഷോർട്ടും കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തു പറ്റി, അമ്മ എങ്ങനെയാണ് മരിച്ചതെന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് മറുപടി പറയാനൊന്നും സാധിച്ചില്ല. അങ്ങനെ മറുപടി പറഞ്ഞില്ലെന്നും പറഞ്ഞാൽ ആരും എന്നോട് പിണക്കമൊന്നും കാണിക്കരുത്. എനിക്ക് ആ സമയത്ത് മറുപടി പറയാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയണിൻ്റെ ഫോൺ, അമ്മ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അനിയണിൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോകാനൊന്നും പറ്റില്ല. പണിക്കോ മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പണിക്ക് പോയാലേ നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടുള്ളൂ. ക്യാഷ് കിട്ടിയാലേ ഫോണ് ശരിയാക്കാൻ പറ്റുള്ളൂ. അനിയണിൻ്റെ ഫോണ് കേട് വന്നു. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ആൾക്കുള്ളതല്ലേ. എൻ്റെക്കാൾ കൂടുതൽ ആവശ്യമാണ്. മരിച്ച വീടായിരിക്കുമ്പോൾ നമുക്ക് യൂട്യൂബ് ഷോർട്ടും വീഡിയോ ഒന്നും നമുക്ക് ഇതില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഫോണ് അനിയണ്ണന് കൊടുത്തു. അങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പം ആളുടെ ഫോണ് പിന്നെ അമ്മയുടെ ചടങ്ങ് കഴിയുന്നവരെ അത് ശരിയാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ ചടങ്ങെല്ലാം കഴിഞ്ഞ് പണിക്ക് പോയതിന് ശേഷമാണ് അനിയണ്ണൻ്റെ ഫോണ് ശരിയാക്കിയത്. അപ്പോൾ എനിക്ക് ഈ ഫോണ് തിരികെ തന്നു കേട്ടോ. തിരികെ തന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചുപോയി. അതാണ് കേട്ടോ മെയിനായിട്ട് അമ്മയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാനൊന്നും പറ്റാതെ വന്നത്. അമ്മയെ മരിച്ചതിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഈ ഫോണ് ഡിസ്പ്ലേ കേട് വന്നിട്ട് പിന്നെ ശരിയാക്കാനായിട്ട് പറ്റില്ല. കാരണം എല്ലാ ദിവസവും കാലത്ത് മഴയാണ്. പനിയാണ്. പണിക്ക് വെൽഡിങ് പണിക്കാണ് പോകുന്നത്. മഴയുണ്ടെങ്കിൽ ഒപ്പമുള്ള ആൾക്കാർ വരില്ല. 1-2 പേരില്ലാതെ ഒറ്റയ്ക്ക് പണിക്ക് പോകാനും പറ്റില്ല. അങ്ങനെ ഓരോ ദിവസവും പണിക്ക് പോകാൻ പറ്റാതെ തടസ്സങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഗ്രൂപ്പ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗ്രൂപ്പിന് കൊടുക്കാൻ മാത്രം ഉണ്ടാവുകയുള്ളൂ. ഫോണ് ശരിയാക്കാൻ പൈസ കയ്യിലില്ലാത്ത കാരണമാണ് പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്നും ശരിയാക്കാതെയൊക്കെ വന്നത്. ഇപ്പോൾ ഈ ഫോണ് ശരിയാക്കിയിട്ട് ഒരാഴ്ച കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ലോങ് വീഡിയോ ചെയ്യണം എന്നൊക്കെ കരുതും. പക്ഷേ എനിക്ക് അതിനായിട്ട് സമയം കിട്ടാതെയല്ല. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ നേരത്ത് നമ്മുടെ ആദ്യക്കുട്ടൻ വന്നിട്ട് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കും. അവന് JCB വീഡിയോ കാണണം, ഫോൺ വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും. ഇപ്പം അവനില്ലാത്ത സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മയ്ക്കൊരു ചുമയും പിന്നെ പനിയൊക്കെ ആയിട്ടാണ് കേട്ടോ തുടക്കമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഈ പ്രസവ ശുശ്രൂഷയ്ക്കും പിന്നെ ആരെങ്കിലും സുഖമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവർ റിലേഷനായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരെയൊക്കെ നോക്കാനായിട്ട് അമ്മ ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ അതുപോലെ ഒരു ചേച്ചിയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അമ്മ പത്തനംതിട്ട ഭാഗത്തേക്ക് പോയതാണ്. അവിടെ വെച്ചിട്ടായിരുന്നു അമ്മയ്ക്ക് പനിയും ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറേ മരുന്നൊക്കെ വാങ്ങി കഴിച്ചു. പക്ഷേ സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ്
ചേർത്തല ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്ന് അഡ്മിറ്റായത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ പനി മാറിയിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് ഞാനൊക്കെ കരുതിയത്. പക്ഷേ ഇടയ്ക്ക് ചെറിയ കൊച്ചുള്ളത് കൊണ്ട് അവനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഇടയ്ക്കൊന്ന് പോയി കണ്ടിട്ട് വരികയായിരുന്നു. ഏടത്തിയമ്മയും ഏട്ടനും അച്ഛനൊക്കെ ആയിരുന്നു അമ്മയുടെ കൂടെ കൂട്ടിയിരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പന്മാരും പറഞ്ഞിട്ടും മാറുന്നില്ല. 1-2 ആഴ്ച അവിടെ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്നായിരുന്നു അമ്മേനെ കൊണ്ട് കോട്ടയത്തേക്ക് കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും ഏടത്തിയമ്മയും കൂടിയിട്ടാണ് കോട്ടയത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അനിയണിന് പണിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ആൾക്ക് പണിക്ക് പോകാതെ ഹോസ്പിറ്റലിൽ നിന്ന് കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ആൾ വന്നില്ല. പിന്നെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അച്ഛനും അതുപോലെ പഴയ ഓടിച്ചാടിയിട്ട് ടെസ്റ്റിനും മറ്റ് കാര്യങ്ങൾക്കൊന്നും അച്ഛനും ഹോസ്പിറ്റലിൽ നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ മകനെ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാനും ഏടത്തിയമ്മയും കൂടിയിട്ടാണ് അമ്മയ്ക്ക് കൂട്ടായിട്ട് കോട്ടയം ഹോസ്പിറ്റലിൽ നിന്നത്. പിന്നെ ഏട്ടൻ്റെ മകനൊക്കെ ഞങ്ങൾക്ക് കൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 5 ദിവസം അവിടെ കിടന്നു. ബയോപ്സി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹാർട്ടിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു തടുപ്പാണ് കണ്ടത്. അപ്പോൾ അത് ഒരു സംശയം മാറ്റാൻ വേണ്ടി മാത്രം ഞങ്ങൾ ബയോപ്സി ടെസ്റ്റിന് കൊടുത്തു. ഡോക്ടർമാർ പറഞ്ഞത് ഇത് ക്ഷയരോഗമാണെന്നാണ്. അമ്മയുടെ ശരീരം നല്ലപോലെ ക്ഷീണിച്ച് വിശപ്പില്ല, പിന്നെ അതുപോലെ ചുമയൊക്കെ ഉണ്ടായിരുന്നു. പനിയും ചുമയായിരുന്നു വന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ക്ഷയരോഗത്തിൻ്റെ തുടക്കമാണ്, ഒരു 6 മാസം മരുന്ന് കഴിച്ചാൽ മതി, മാറാവുന്ന കാര്യമുള്ളൂ പറഞ്ഞു. ബയോപ്സി ടെസ്റ്റ് 3 ആഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടുമായിട്ട് OPയിൽ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് അന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച ആകാനിരിക്കുകയാണ്. OPയിൽ ഞങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ അവർ ഞങ്ങളെ വിളിക്കും. അപ്പം പോകാനിരിക്കുകയാണ്. വീണ്ടും അമ്മയ്ക്ക് സുഖമില്ലാതെ വീണ്ടും കൂടുതലായിട്ട് ഞങ്ങൾ കോട്ടയത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മരണപ്പെടുകയും ചെയ്തത്. തീരെ പ്രതീക്ഷിക്കാത്തൊരു മരണമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 വർഷമായിട്ടുണ്ട്. അമ്മയ്ക്ക് ഇതുവരെ ഒരു തലവേദന പനി വന്നിട്ട് അങ്ങനെ കിടന്നിട്ടൊന്നുമില്ല. അച്ഛന് ഷുഗർ കൂടുതലായി കഴിഞ്ഞാൽ അച്ഛന് കാലിൽ വിരൽ മുറിച്ച് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അച്ഛന് വേണ്ടി അമ്മയായിരുന്നു എപ്പോഴും ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം വന്ന് അമ്മ മരിച്ചുപോയി. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. നാളെ ഈ വീട്ടിലൊരു വലിയ ബഹളക്കാരി തന്നെയായിരുന്നു. ചറപറാന്ന് സംസാരിച്ചിട്ടും തൂത്തും തുടച്ചും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗലവിലാന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്നോടും ചൂടാകും, അനിയണനോടും ചൂടാകും, അച്ഛനോടും ചൂടാകും ഒക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പിന്നെ മരുമകളാണെങ്കിലും കൂടി എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ എനിക്കിഷ്ടമില്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഞാനും അത് സ്പോട്ടിൽ തിരിച്ച് മറുപടിയും കൊടുക്കാറുണ്ട്. പക്ഷേ അവർക്ക് ഒരു അപകടം വന്നിട്ട് മരിച്ചു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടേ ഇല്ല. അവർക്ക് അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പിൽ തന്നെ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ സങ്കടമുണ്ട്. ഇപ്പം എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷമായി, ഇവിടുത്തെ അമ്മ മരിച്ചിട്ട് 2 മാസമായി. സങ്കടമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ വീട്ടിലെ അവസ്ഥ. പിന്നെ അനിയണിന് നല്ല സങ്കടമൊക്കെ തന്നെയാണ്. ആൾക്ക് സങ്കടം അങ്ങനെ നേരെ ചൊവ്വേ പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കരച്ചിലാണ്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കരയും. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചില ആളുകൾ പറയുന്നത് ആ വീട്ടിലുള്ളവർ കൊന്നു എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പം പല ആളുകളും പറയുന്നത് മകൻ തല്ലിയിട്ടാണ്, അല്ലെങ്കിൽ ഭർത്താവ് തല്ലിയിട്ടാണ്, മരുമകൾ മരുന്ന് കൊടുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ചെവിയിൽ അതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നവർ അവരുടെ വീട്ടിലും ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ അവർ കൊന്നതായിരിക്കും അല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ അനിയൻ്റെ മുഖത്ത് നോക്കിയിട്ട് അമ്മേനെ നീ കൊന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഈ നാട്ടിൽ ഓരോ ആളുകൾക്കും ഓരോരോ വിധിയാണ്. അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്കൊരു സമയമാകുമ്പോൾ നമ്മളെല്ലാവരും മരിച്ചു പോകുന്നതാണ്. അതിനെപ്പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. അസുഖമായിട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നാട്ടുകാർ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്കൊരു പ്രത്യേക സ്നേഹമാണ്.
വീട്ടിലുള്ളവരേക്കാൾ കൂടുതൽ നാട്ടുകാർക്കായിരിക്കും സ്നേഹം. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും അവർക്കൊരു രസം ഇങ്ങനെ പറയുന്നത്. ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ. അമ്മയ്ക്ക് വയ്യാതെ അവശതയായിട്ടാണ് അമ്മ മരിച്ചു പോയത്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് അമ്മയ്ക്ക് കൂട്ടിയിരിക്കാൻ പോയതായിരുന്നു അച്ഛൻ. അപ്പം അച്ഛൻ്റെ കാലിൽ തള്ളവിരലിൽ അവിടുത്തെ സ്റ്റാൻഡ് തട്ടിയിട്ട് ചെറിയ രീതിയിലൊരു വ്രണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വ്രണം പിന്നെ അമ്മയുടെ ചടങ്ങ് കഴിയുമ്പോഴേക്കും അത് വലുതായി വന്നു. അച്ഛന് ഷുഗർ ഉള്ളതാണ്. അപ്പോൾ അത് അമ്മ മരിച്ചതിൻ്റെ ടെൻഷനും മാനസികമായിട്ട് പല വിഷമങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ ആ മുറിവ് വലുതായി വരികയായിരുന്നു. ചടങ്ങ് കഴിയുന്നവരായിരുന്നു. ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഉടനെ വേദനയും കൊണ്ട് എപ്പോഴും കരച്ചിലായിരുന്നു. സങ്കടവും വിരൽ മുറിച്ചുകൊണ്ട് ഒരു തരിപ്പാണ്. അച്ഛന് വേദന അറിയുന്നില്ല. ഭയങ്കര കുളിരും പനിയൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റായി. ഒരു 5 ദിവസം കിടന്നു. 5 ദിവസം കിടന്നു കഴിഞ്ഞ് ഞാനും ആദ്യക്കുട്ടനും പിന്നെ അടുത്ത അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അമ്മയുടെ 40 ചടങ്ങ് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 10-15 ദിവസം കാല് പഴുത്ത് വീണ്ടും അത് കീറി പഴുപ്പെടുത്ത് കാല് ഊന്നാൻ പറ്റില്ലായിരുന്നു. അത്ര നല്ല ആഴത്തിൽ കീറി എടുക്കുമായിരുന്നു. ഒരു 10-15 ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് 2 ആഴ്ച ആകുന്നതേ ഉള്ളൂ. ഇപ്പോൾ അമ്മയുടെ മരുവും അച്ഛൻ്റെ അസുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഈ വീട് പഴയ രീതിയിലേക്കൊന്ന് ആക്കി മാറ്റണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും പറ്റാതെയൊക്കെ ഇരുന്നത്. പിന്നെ ഞാനുമായിട്ട് കൂട്ടായിട്ടുള്ളവർ ഞാൻ എന്നും ലൈക്കും കമൻറ്റും ചെയ്തു. വീഡിയോ കാണുന്നവരുടെ എനിക്ക് കുറേ ഇഷ്ടം പോലെ വീഡിയോസ് കാണാനുണ്ട്. എല്ലാവരുടെ വീഡിയോയും കണ്ടിട്ട് ഞാൻ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു തരുന്നതാണ്. പിന്നെ എല്ലാവരും പഴയ പോലെ തന്നെ എൻ്റെ ഷോർട്ടാണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും കാണുകയും എനിക്കും പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും പറയാനൊന്നുമില്ല. പിന്നെ അമ്മ മരിച്ച സമയത്ത് പാലക്കാട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ ചടങ്ങ് കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയിലൊരു ദിവസം പിന്നെ അച്ഛൻ, എൻ്റെ അനിയൻ, ചെറിയച്ഛൻ്റെ ഭാര്യ, അവൻ്റെ മകളും ഒക്കെ കൂടിയിട്ട് ഇടയിൽ വന്നു പോയി. പിന്നെ ചടങ്ങുകൾക്കൊക്കെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പാലക്കാട്ടിലേക്ക് ഇനി എപ്പോൾ പോകുമെന്ന് അറിയില്ല. പാലക്കാട്ടിലേക്ക് അച്ഛനെ തനിച്ചാക്കി പോകാൻ പറ്റില്ല. അച്ഛൻ്റെ കാലിലെ മുറിവ് മാറാതെയൊന്നും അച്ഛനെ തനിച്ചാക്കിയിട്ട് എന്തായാലും പോകാൻ പറ്റില്ല. പിന്നെ പോകുമ്പോൾ അച്ഛനെയും കൂട്ടി പോകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. പോകാൻ സങ്കടമുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം വീട് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ജനിച്ച നാട്, ജനിച്ച വീട് അതൊക്കെ നമുക്ക് കുറേ നാൾ കാണാതിരിക്കുമ്പോൾ ഒരു സങ്കടം തന്നെയല്ലേ. പിന്നെന്താ, പിന്നെ ഇപ്പം മഴ മാറി കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് മുറ്റം അടിക്കണം, റൂം അടിച്ച് വൃത്തിയാക്കണം, വിളക്ക് വെച്ച് നാമം ജപിക്കണം. ഇതൊക്കെയാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി. രാവിലെ തന്നെ ഞങ്ങൾ വിരുന്ന് പോകുന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ അച്ഛനെ വേണ്ടിയിട്ട് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മീൻ കഴിക്കില്ല. അപ്പോൾ ഇനി പച്ചക്കറി ആയിട്ട് എന്തെങ്കിലും വെക്കണം. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 മാസത്തിലേറെയായിട്ട് ഞാൻ യൂട്യൂബ് ഷോർട്ടും ലോങ് വീഡിയോയും ചെയ്യാതെ വന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ലൈക്ക് കമൻറ്റും ഒക്കെ നല്ല കുറവാണ്. സബ്സ്ക്രൈബേഴ്സും കുറവാണ്. യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, ലിസ്റ്റിൽ ആണ് എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. എനിക്കറിയില്ല മെസ്സേജ് എന്താണെന്ന്, നേരെ ചൊവ്വേ എന്താണെന്ന് അറിയില്ല. ഇനി ഇത് വീണ്ടും ഈ ചാനൽ പഴയ പോലെ ആക്കണമെങ്കിൽ ഇത്തിരി പാട് തന്നെയാണ്. ഫോണ് കേട് വന്ന കാരണമാണ്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോസൊക്കെ ചെയ്ത് 2000 സബ്സ്ക്രൈബർ ആകാനിരിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ലോങ് വീഡിയോ ഷോർട്ടും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നില്ല കേട്ടോ എൻ്റെ സങ്കടം. ഞാൻ എന്നും ലൈക്കും കമൻറ്റും ചെയ്യുന്നവരുടെ വീഡിയോസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും വീഡിയോ പതുക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തു തരുന്നതാണ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം. ശരി.